ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഇഫ്താറിനൊക്കെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ചീസി ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്, കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയൊരു കഷ്ണം ക്യാരറ്റും ഒരു സവാളയുടെ പകുതിയും ചെറിയൊരു കഷ്ണം ക്യാബേജും കൂടെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഞാനിതിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഒട്ടും തന്നെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പാല് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മൈദ കട്ടയായിട്ട് പോകും. അപ്പോൾ അതാ ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് ഞാനിതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചെറിയൊരു കഷ്ണം ചീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. അപ്പോൾ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഞാനത് ഓൾറെഡി കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോയും ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്കിത് നല്ല ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു സ്ട്രക്ചറിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ അതാ എല്ലാതും നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ മെൽറ്റായി നല്ലൊരു ക്രീമി സ്ട്രക്ചറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് കുറച്ചുകൂടി നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണിത്. അപ്പോൾ അതാ എല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ബന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ബന്നാണ്. അപ്പോൾ വലുതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് 4ആയിട്ട് നമ്മുടെ ബന്നൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിനുള്ളിലായിട്ടാണ് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടോട് കൂടെ തന്നെ ചെയ്തെടുക്കണം. അപ്പോഴാണ് നല്ല ഒരു സ്ട്രെച്ചറിൽ തന്നെ നമ്മുടെ ഈ ഒരു ഫില്ലിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതാ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതിലെല്ലാം തന്നെ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അത് റെഡിയാക്കി എടുക്കാനായിട്ട് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്നാക്സിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത ഇഫ്താറിന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്നാക്കുകളുണ്ട്. അപ്പോൾ ദാ നമ്മുടെ എല്ലാ ബന്നിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ അവിടെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുക. ഇനി ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സും മല്ലിയില കൂടെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബന്നെല്ലാം തന്നെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഇതിന് മുകളിലായിട്ട് കുറച്ച് ചീസ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ആദ്യം തന്നെ നമ്മുടെ ബന്നെല്ലാം തന്നെ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ടാണ് നമ്മുടെ ബന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടാൻ വേണ്ടി നല്ല തിന്നായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിലും നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ അവിടെ ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പാനിലേക്ക് 1-2 ടീസ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ബന്നൊക്കെ നല്ല രീതിയിൽ തന്നെ ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് ചൂടോട് കൂടെ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.